എന്ത് മരുന്നാ വേണ്ടേ? മിരക്കിൽ. എന്നിട്ട് മിരക്കിൽ. ആ പാരസെറ്റമോൾ ആണോ? ആ കുട്ടി ചോദിച്ച ഗുളിക വെച്ചാൽ അതെടുത്ത് കൊടുക്ക്, അല്ലാതെ തോന്നിയ ഗുളിക എടുത്ത് കൊടുക്കല്ലേ. എന്നാ പിന്നെ ചേട്ടൻ തന്നെ. മോളെ, മോൾക്ക് ഏത് മരുന്നാ വേണ്ടേ? മിരക്കിൽ. അതെന്ത് മരുന്നാവോ കർത്താവേ? ആ അതുപോലെ ആയുർവേദ മരുന്നാവും സബേട്ടാ. അതിവിടെ ഇല്ല മോളെ, വേറെ ആയുർവേദ ഷോപ്പിൽ പോയി ചോദിക്കൂ. നീ ഒന്ന് പോടാ. ഡോക്ടറെ കുറിപ്പുണ്ടാ മോളെ? കാശുണ്ട്. അതുകൊണ്ട് എന്താ മോളെ, നീ പറഞ്ഞ മരുന്ന് ഇവിടെ ഇല്ല, പിന്നെ എങ്ങനെ തരാൻ പറ്റുക? എനിക്കത് വേണം. മോളെ, മോളുടെ പേരെന്താ? പ്രാർത്ഥന. വാ ചേട്ടൻ ചോദിക്കട്ടെ. മോൾക്ക് എന്ത് മരുന്നാ വേണ്ടേ? മിരക്കിൽ. ഇത് ആർക്കായി മരുന്ന്? എൻ്റെ ചേട്ടായിക്കാ. ചേട്ടായിക്ക് എന്താ അസുഖം? അല്ല, മോളോട് ആരായി ചേട്ടന് വേണ്ടി മരുന്ന് വാങ്ങാൻ പറഞ്ഞേ? ആരും പറഞ്ഞില്ല, അമ്മോട് ഡോക്ടർ പറയുന്നത് ഞാൻ കേട്ടതാ. എങ്ങനെ? കുറവുണ്ട്, പക്ഷെ നാളെ പോയാൽ മതി തന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു. അതെല്ലേ, ഇപ്പൊ പനിയൊക്കെ ഭേദം കിട്ടുന്ന പറഞ്ഞല്ലേ? പനിയൊക്കെ കുറഞ്ഞു. എന്താണെന്നറിയൊരു ടെൻഷനുണ്ട്. ഒന്നും ടെൻഷൻ അടിക്കണ്ട. മോളെ, അമ്മ ഡോക്ടറെ കണ്ടിട്ട് ഇപ്പൊ വരാട്ടോ. ഇരിക്കൂ. എന്താ ഡോക്ടറെ? കുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് വന്നു. കാര്യം കുറച്ച് വഷളാണ്. ഒരു ഓപ്പറേഷൻ നടത്തേണ്ടി വരും. ഈശ്വര, ഞങ്ങൾ പാവങ്ങളാ സാറ്. ഈ ഒരു അവസ്ഥയിൽ ഓപ്പറേഷനൊന്നും ഞങ്ങൾക്ക് ആലോചിക്കാൻ വയ്യ സാറേ. കഞ്ഞി കുടിക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയാ സാറേ ഞങ്ങളുടെ വീട്ടില്. കുട്ടികളുടെ അച്ഛൻ പോയിട്ട് 8 വർഷമായി. ഈ ഒരു അവസ്ഥയിൽ എൻ്റെ മോനെ രക്ഷിക്കണേ സാറേ, രക്ഷിക്കണേ. നോക്കൂ അമ്മേ, ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ഇവിടെ എനിക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾക്കൊരു പരിധിയുണ്ട്. അതിര് കടന്ന് ഞാൻ നിങ്ങളെ സഹായിച്ചാൽ അതെൻ്റെ ജോലിയെ തന്നെ ബാധിക്കും. ഓപ്പറേഷനുള്ള പണം നിങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ ഇവിടെ വേണ്ടതൊരു മിറക്കിളാണ്. മിരക്കിൽ. സിസ്റ്റർ, മരുന്ന് കിട്ടി സിസ്റ്റർ, മരുന്ന് കിട്ടി. ഒരു മരുന്ന് മേടിക്കാൻ പറഞ്ഞു വിട്ടിട്ട് ഇപ്പോഴാണോ പറഞ്ഞേ? ഇപ്പോൾ ഡോക്ടറെ കാണ്. ആ മരുന്ന് ഞങ്ങൾക്ക് അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നു. യു ആർ ലേറ്റ്. ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു, ബട്ട് വി ആർ സോറി. നിങ്ങളുടെ സഹോദരിയെ ഞങ്ങൾക്ക് രക്ഷിക്കാനായില്ല. എൻ്റെ അനിയത്തിക്ക് സംഭവിച്ചതുപോലെ ഇനിയൊരാളും ചികിത്സ കിട്ടാതെ മരിക്കരുത്. മോളുടെ ഏട്ടൻ കിടക്കുന്ന ആശുപത്രി ഏതാ? വാ, നമുക്ക് അങ്ങോട്ട് പോവാം. എന്തിനാ? വാ.
ദേ ഇതാണ് എൻ്റെ അമ്മ. ദേ അവിടെയാണ് ഡോക്ടർ ഇരിക്കണേ. ഉം. സർ സർ അവർ പാവങ്ങളാണ് സർ. അവർക്ക് ഇത്ര പെട്ടെന്ന് ഓരോ ഓപ്പറേഷനുള്ള ക്യാഷൊന്നും ഒപ്പിക്കാൻ കഴിയില്ല. സർ നമുക്കൊരു ഇളവ് കൊടുത്തൂടെ സാർ? താനങ്ങനെ വലിയ ഇളവൊന്നും കൊടുക്കണ്ട, അല്ലെങ്കിൽ ജോലിന്ന് പുറത്തു പോകേണ്ടി വരും. വേഗം കുട്ടി ഡിസ്ചാർജ് ചെയ്യാൻ നോക്ക്. യെസ്. എന്നാൽ ശരി സാർ. ആ പറയൂ. ഞാൻ റോഷൻ, റിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ CEO ആണ്. ഓ, നിങ്ങളുടെ ഗ്രൂപ്പിനെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നൈസ് ടു മീറ്റ് യു. പക്ഷേ നിങ്ങളിവിടെ? ഞാനിപ്പോൾ ICUവിൽ കിടക്കുന്ന പ്രണവ് എന്ന കുട്ടിയെ പറ്റി സംസാരിക്കാനാണ് വന്നത്. പ്രണവിനെ പറ്റിയോ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ മിറക്കിൾ സംഭവിച്ചിരിക്കുന്നു. ഇദ്ദേഹം റിയ ഗ്രൂപ്പിൻ്റെ MD മിസ്റ്റർ റോഷൻ. നിങ്ങളുടെ കുട്ടിയുടെ ചികിത്സയ്ക്കുള്ള മുഴുവൻ പണവും ഇദ്ദേഹം വഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, ഇനി നിങ്ങൾ തമ്മിൽ സംസാരിച്ചോളൂ. ഞാൻ ഓപ്പറേഷനുള്ള കാര്യങ്ങൾ ആരംഭിക്കട്ടെ. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. ശരി അമ്മേ. നന്ദിയുണ്ട് സാറ്. ഒരു പരിചയമില്ലാത്ത എനിക്ക് വേണ്ടി, എൻ്റെ മകന് വേണ്ടി ഇത്ര ദൂരത്തു നിന്ന് വന്നിട്ട് ഇത്രയും സഹായം ചെയ്തതിന് സാറിന് 1 കോടി പുണ്യം കിട്ടും. നന്ദിയുണ്ട് സാറ്, നന്ദിയുണ്ട്. മകൻ്റെ ജീവൻ രക്ഷിക്കാനായി ഒരു മിറാക്കിൾ സംഭവിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ നിങ്ങളതിനായി തൊഴുകയോടെ ഇരുന്നു. പക്ഷേ ആ മിറാക്കിൾ തേടിയിറങ്ങിയത് നിങ്ങളുടെ മകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. സത്യത്തിൽ നന്ദി പറയേണ്ടത് നിങ്ങളുടെ മകളോടാണ്. കാണാം. ഹാ, എൻ്റെ ചേട്ടനുള്ള മരുന്ന് കൊടുത്തിട്ട് കാശ് വാങ്ങാതെ പോവാണോ? ദാ അയ്യോ, ആ മരുന്നിന് അത്ര കാശൊന്നുമില്ല. ഇതിൽ നിന്ന് 1 രൂപ തന്നാൽ മതി ചേട്ടന്. 1 രൂപയോ? അപ്പൊ ഈ ബാക്കി കാശ് ഞാൻ എന്താ ചെയ്യാ? ബാക്കി കാശ് ആ ബോക്സിലിട്ടാ മതി. ദിനം പ്രതി 100 കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റും ചികിത്സ ലഭിക്കാതെ മരണത്തിന് കീഴടങ്ങുന്നു. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഇത്തരം വാർത്തകളൊന്നും നമ്മൾ അറിയാറില്ല. കാരണം ഇവയൊന്നും നമ്മെ സ്നേഹിക്കുന്നവർക്ക് സംഭവിക്കാത്തിടത്തോളം നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. പക്ഷേ അനാവശ്യമായി നിങ്ങൾ ചിലവാക്കുന്ന ഓരോ രൂപയും ശേഖരിക്കുകയാണെങ്കിൽ നാളെ അത് ചിലപ്പോൾ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഉപകാരപ്പെട്ടേക്കാം. വരൂ, പ്രവൃത്തി കൊണ്ട് മനുഷ്യനാകാം.